സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഒരു പുതിയ കാര്യമല്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചില സെലിബ്രിറ്റികൾ കളത്തിലുണ്ട്. ആക്ഷനും കട്ടിനും അപ്പുറം പാർലമെന്റിലേക്ക് ഒരു കൈ നോക്കാൻ തയ്യാറെടുക്കുന്ന ഇവരിൽ പ്രധാനികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ മാണ്ഡിയിൽ നിന്ന് BJP ടിക്കറ്റിൽ ഇലക്ട്രൽ ഡെബ്യൂ നടത്തുകയാണ് കങ്കണ റണൌട്ട്. കങ്കണയുടെ ഈ സ്ഥാനാർത്ഥിത്വം ഒരു പരിധിവരെ അപ്രതീക്ഷിതമല്ല എന്നും പറയാം. 2006 തന്റെ സിനിമാ കരിയർ തുടങ്ങി അതിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ തന്റെ തീവ്ര വലതുപക്ഷ നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് താരം. ബോളിവുഡിന്റെ ഡ്രീം ഗേൾ ആയിരുന്ന നടി ഹേമമാലിനി ഉത്തർപ്രദേശിലെ തന്റെ സിറ്റിംഗ് മണ്ഡലമായ മധുരയിൽ നിന്ന് തുടർച്ചയായ 3ാം തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. 1999 പൊളിറ്റിക്കൽ കരിയർ ആരംഭിച്ച താരം 2004 ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിച്ചത്. TV സീരിയൽ താരമായി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെത്തി പിന്നീട് രാഷ്ട്രീയത്തിൽ കളം പിടിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്റെ സിറ്റിംഗ് മണ്ഡലമായ UPയിലെ അമേഠിയിൽ നിന്ന് തുടർച്ചയായി 3ാം തവണയും മത്സരത്തിനിറങ്ങുകയാണ്. 2003 BJP പ്രവേശനത്തിന് ശേഷം 2004 ഡൽഹി ചാന്ദിനി ചൌക്കിൽ നിന്ന് കപിൽ സിബലിനെതിരെയും 2014 അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി 2019 കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തന്നെ പരാജയപ്പെടുത്തി ആദ്യമായി ലോക്സഭയിലെത്തി. ആരാധകരെ ഇളക്കിമറിക്കുന്ന ഡയലോഗുകളും റോളുകളുമായി 1970കളിലും 80കളിലും സ്ക്രീനിൽ കത്തിനിന്ന ശത്രുഘ്നൻ സിൻഹ തന്റെ വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പരിചയം ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ പയറ്റുകയാണ്. വെസ്റ്റ് ബംഗാളിലെ അസൻസോളിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സിൻഹ ആദ്യം BJPയിലും പിന്നീട് 2019 മുതൽ കോൺഗ്രസിലും പ്രവർത്തിച്ച ശേഷമാണ് 2022 തൃണമൂലിൽ എത്തിയത്. പോലീസ് ആക്ഷൻ വേഷങ്ങളിലൂടെയും ഇടിവെട്ട് ഡയലോഗുകളിലൂടെയും സ്റ്റാറായി മാറി. പിന്നീട് 2016 BJPയിൽ ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ കേരളത്തിലെ മുഖങ്ങളിലൊന്നായി മാറിയ താരമാണ് സുരേഷ് ഗോപി. 2019 തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട താരം ഇത്തവണ വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. രാമായണം സീരിയലിൽ രാമന്റെ കഥാപാത്രം ചെയ്ത് പോപ്പുലറായ രാഷ്ട്രീയത്തിൽ പുതുമുഖമായ നടൻ അരുൺ ഗോവിൽ UPയിലെ മീററ്റിൽ നിന്ന് BJP ടിക്കറ്റിൽ ജനവിധി തേടുകയാണ്. തന്റെ സിറ്റിംഗ് സീറ്റായ UPയിലെ ഖോരഗ്പൂരിൽ നടനും നിർമ്മാതാവുമായ രവി കിഷൻ വീണ്ടും BJP സ്ഥാനാർത്ഥിയായി എത്തുന്നുണ്ട്. 2014 ലോക്സഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം 2017 കിഷൻ BJPയിൽ എത്തിയത്. സമാജ്വാദി പാർട്ടിയിൽ നിന്ന് BJPയിലെത്തിയ നടൻ മനോജ് തിവാരി തുടർച്ചയായി 3ാം തവണ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് BJPക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നുണ്ട്. ഭോജ്പൂരി സിനിമാ താരം ദിനേശ് ലാൽ യാദവ്, നടി ലോക്കറ്റ് ചാറ്റർജി, കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി നടൻ മുകേഷ്, നടി രാധിക ശരത് കുമാർ, തൃണമൂൽ സ്ഥാനാർത്ഥികളായ സായോനി ഘോഷ്, ശതാബ്ദി റോയ്, രചന ബാനർജി, അങ്ങനെ സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഇനിയും ഒരുപാട് പേരുണ്ട്. ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് നടൻ ഗോവിന്ദ മത്സരിക്കും എന്നും ഇതിനിടെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും സ്ക്രീനിൽ ജനങ്ങളുടെ കയ്യടി നേടിയിട്ടുള്ള ഈ താരങ്ങൾക്ക് പാർലമെന്റിലേക്ക് എത്താൻ അത് മതിയാകുമോ എന്നറിയാൻ, ജനവിധി എന്താണെന്നറിയാൻ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കണം.